എല്ലാവർക്കും നമസ്കാരം. വി വിഷ് യു ഓൾ എ വാം ഗുഡ് ഈവനിങ്. പ്രചോദന ബുക്ക് ക്ലബിന്റെ 4ാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് സമാരംഭിക്കാം. അതിനായി മിസസ് രഞ്ജിനി നരേന്ദ്രനാഥിനെ ക്ഷണിക്കുന്നു. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കര താടിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും അന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയുനീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ, വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ, വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. പ്രാർത്ഥന എപ്പോഴും ഒരു ഔഷധമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് നന്ദി ചേച്ചി. പ്രചോദന സെന്റർ ഫോർ കൗൺസിലിംഗ് ആൻഡ് പേഴ്സണൽ വെൽനസ് പെരുമ്പാവൂർ കഴിഞ്ഞ 6 വർഷമായി മാനസികാരോഗ്യ മേഖലയിൽ സാന്ത്വനമായി പ്രവർത്തിച്ചു വരുന്നു. പ്രചോദന സെന്ററിന്റെ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് ഫ്യൂവൽ ആൻഡ് എനർജി സോഴ്സ് എന്ന് പറയുന്നതാണ് പ്രചോദന ബുക്ക് ക്ലബ്. മൈസെൽഫ് ഡോക്ടർ ഉഷ നാരായണൻ, ഡെന്റിസ്റ്റ് ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, പ്രചോദന പെരുമ്പാവൂർ, and Alice ma'am, a person with profound experience, 35 years of teaching and 16 years of counseling experience. This is a small introduction about the organizers of Prajodhana. Now, I am moving on to my assigned duty to welcome you all. ആദ്യമായി പ്രചോദന ബുക്ക് ക്ലബ് 47ാമത്തെ ബുക്ക്. എത്രയും പ്രിയപ്പെട്ടവൾക്ക് ഒരു ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ, ചിമണ്ട എങ്കോച്ചി അദിച്ചി, നൈജീരിയൻ ഓതർ എഴുതിയ ബുക്ക് മനോഹരവും ശക്തവുമായ വാക്കുകളാൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ഡോക്ടർ ദിവ്യ എസ് അയ്യർ. ഷീ ഈസ് അവർ ചീഫ് ഗസ്റ്റ് ഓഫ് ദ ഡേ. ഈ അറിവിന്റെ ആഘോഷ നിമിഷങ്ങൾക്ക് നിറമേകാൻ തന്റെ വിലയേറിയ സമയം ഞങ്ങൾക്കായി നൽകിയ ദിവ്യ മാമിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. വായിക്കാൻ ആഗ്രഹമുണ്ട്, സമയമില്ല എന്ന് ചിന്തിച്ചവർ ഒന്നിച്ചപ്പോൾ 7 വർണ്ണങ്ങൾ ചേർന്ന് മഴവില്ലിനഴകേകിയ പോലെ അറിവിന്റെ വർണ്ണവിസ്മയം മാണ് പ്രചോദന ബുക്ക് ക്ലബിലെ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്നതാവട്ടെ വർണ്ണങ്ങളുടെ ആഘോഷം. ഹാപ്പി ഹോളി എവ്രിവൺ. This togetherness is possible only because of our Prajodhana Book Club members. So I take this moment to welcome each one of you, dear Prajodhana Book Club members. Our network is our net worth. Seeking support and building strong support system is a superhuman skill now. പ്രചോദനയുടെ വെൽവിഷേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ്, ഞങ്ങളുടെ ഗുരുസ്ഥാനീയർ, ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ അറിവിന്റെ ഒത്തുചേരലിലേക്ക് സ്വാഗതം. അടുത്തതായി പ്രചോദന ബുക്ക് ക്ലബിന്റെ പ്രവർത്തന രീതിയെ പരിചയപ്പെടുത്തുന്നു. 2021 ചൂസ് ടു ചലഞ്ച് എന്ന വുമൻസ് ഡേ തീമുമായി ആരംഭിച്ച പ്രചോദന ബുക്ക് ക്ലബ്ബ് ഇന്ന് 2025 ആക്സിലറേറ്റ് ആക്ഷനിൽ എത്തി നിൽക്കുമ്പോൾ ആക്ഷൻ ഇല്ലാതെ ട്രാൻസ്ഫോർമേഷൻ ഇല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാട്സപ്പും സൂമും യൂട്യൂബും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് 1 മാസം 1 ബുക്ക് ഫിസിക്കലി നമുക്ക് ആ സജഷൻ കിട്ടുമ്പോൾ നമുക്കത് വായിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ പ്രചോദന ബുക്ക് ക്ലബ് മെമ്പേഴ്സ് ഓഡിയോ ബ്രീഫിംഗ് ഗ്രൂപ്പിൽ ഇടുന്നത് കേൾക്കാം. 1 മാസത്തിൽ ഒരിക്കൽ ഒരു ഡിസ്കഷൻ, ആ 1 മണിക്കൂറിന്റെ കണ്ടന്റ് നമ്മൾ ലൈവായിട്ട് ആ ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോൾ ആ ബുക്കിന്റെ ആശയം നമ്മളിലേക്ക് എത്തുന്നു. ഇത് 3ഉം സാധ്യമല്ല എങ്കിൽ നമ്മുടെ പേജിൽ യൂട്യൂബിൽ ഇതിന്റെ ഡിസ്കഷൻ കേട്ട് നമുക്ക് ആ ബുക്കിലെ കണ്ടന്റ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാം. സോ നോയിങ്, അണ്ടർസ്റ്റാൻഡിങ്, ആക്സെപ്റ്റിംഗ് ദ ഇൻഫർമേഷൻസ് അക്കോർഡിംഗ് ടു അവർ നീഡ്സ് ആൻഡ് അഡാപ്റ്റിംഗ്. ഈ അഡാപ്റ്റിംഗ് ടൂളാണ് നമുക്ക് ഈ 47 ബുക്കിലൂടെയും നമ്മളിലേക്ക് എത്തുന്നത്. ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രചോദന ബുക്ക് ക്ലബിന് ഒരു അക്കാഡമിക് തലം കൂടി എത്തി. കാലടി യൂണിവേഴ്സിറ്റി അസോസിയേഷൻ ഓഫ് ഇന്റർവെൻഷൻ സൈക്കോളജിയും നടത്തിയ ഇന്റർനാഷണൽ സെമിനാർ ബ്രെയിൻ ആൻഡ് ബിഹേവിയറിൽ പ്രചോദന ബുക്ക് ക്ലബ് എന്ന ആശയം നമുക്കൊരു പേപ്പർ പ്രസന്റേഷൻ ആയിട്ട്
അവതരിപ്പിക്കാൻ സാധിച്ചു. ദ പവർ ഓഫ് റീഡിംഗ് ടുഗെദർ, എ സിസ്റ്റമാറ്റിക് അസസ്മെന്റ് ഓഫ് കോഗ്നിറ്റീവ് ഫങ്ഷനിങ് ആൻഡ് ബ്രെയിൻ പെർഫോമൻസ് എന്ന തലക്കെട്ടോടു കൂടിയായിരുന്നു അത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ സയന്റിഫിക് കമ്മിറ്റി ഇൻചാർജ് ഡോക്ടർ ജെന്നി റാഫേൽ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളോട് ചോദിച്ചത് ഹൗ ടു ജോയിൻ പ്രചോദന ബുക്ക് ക്ലബ് എന്നുള്ളതായിരുന്നു. ആ ഒരു ആവേശം തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വായന ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ചേർന്ന് പ്രചോദന ബുക്ക് ക്ലബ്ബ് 4 വർഷമായിട്ട് നടത്തി പോരുമ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിന് നമ്മൾ ആരംഭിക്കുകയാണ്. ഈ വർഷം ജൂനിയർ പ്രചോദന ബുക്ക് ക്ലബ്ബ് എന്നുള്ള ഒരു സംരംഭം നമ്മൾ തുടങ്ങി വയ്ക്കുകയാണ്. ഏപ്രിൽ മുതൽ നമ്മൾ ആരംഭിക്കും. കുട്ടികൾക്ക് ഈ മാസം എക്സാം നടന്നുകൊണ്ടിരിക്കണമുണ്ട്. നൗ ദിസ് ഈസ് എ ഡ്രീം മൊമെന്റ് ഫോർ ഓൾ ഓഫ് us ബീങ് വിത്ത് യു ദിവ്യ മാം. വാക്കുകളുടെ ചിപ്പിക്കുള്ളിൽ വ്യക്തികളുടെ ആകാശങ്ങളെ നമുക്ക് എങ്ങനെ ഒതുക്കാനാവും? ബോബി അച്ഛൻ വിശുദ്ധ ക്ലാരയെ കുറിച്ച് അവൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് കടമെടുക്കുകയാണ് ഞങ്ങള്. ഭാഷയോടും വാക്കുകളോടുമുള്ള മാഡത്തിന്റെ ഒരു ഇഷ്ടം അത് എഴുത്തിലും സ്പീച്ചിലും ഞങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും എത്തുന്നുണ്ട്. വിശ്വാസവും വിജ്ഞാനവും, വിജ്ഞാനത്തെ വെളിച്ചമായിട്ടും വിശ്വാസത്തെ ഊന്നുവടിയായിട്ടും കണക്കാക്കണമെന്നും സ്വന്തം ഹിതം, സ്വജനഹിതം, അങ്ങനെ സർക്കിൾ എക്സ്പാൻഡ് ചെയ്ത് സർവ്വജനങ്ങളിലേക്കും ബഹുജനങ്ങളിലേക്കും എത്തണം എന്ന് പറയുന്ന വാക്കുകളെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് യുവർ സ്മൈൽ, യു ഡെഫിനറ്റ്ലി സ്മൈൽ വിത്ത് യുവർ ഐസ് മാം. അതിന് ദേബാശിഷ് ചാറ്റർജിയുടെ ബുക്കില് ചാണക്യ ശാസ്ത്രത്തിൽ പറയുന്ന വാക്കുകളാണ് മാഡത്തിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ദ റേഡിയൻസ് ഇൻ ദ ഐസ് is the true witness of love. Where there is love, there is light. Definitely, you are always a love light for all of us. Now, I officially invite Alice ma'am to introduce the chief guest of the day. Over to Alice ma'am. Thank you, Usha. Respected Divya ma'am and my dear friends. ദിവ്യ മാമിനെ ഈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഡിയൻസിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നറിയാം. എന്നാലും ഒരു ഒഫീഷ്യൽ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ 2 വാക്ക് പറയട്ടെ. മനുഷ്യരുടെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സറിയുന്ന ഒരു കൂട്ടുകാരി എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. സാധാരണ ഞാൻ ആ വീഡിയോസ് എല്ലാം കേൾക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ പറയുന്നതാണ്. അതുപോലെ തന്നെ മാം ഈ ഇടെ പറഞ്ഞ ഒരു വീഡിയോയിൽ ഒരു വാക്ക് എപ്പോഴും എന്നെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ആ വാക്കാണ്, വായനയുടെ മാർഗം മാത്രമേ മാറുന്നുള്ളൂ, വായന മാറുന്നില്ല എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഈ ബുക്ക് ക്ലബിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഒത്തുകൂടിയിട്ട് ഇത്രയും ബുക്കുകൾ, 47 ബുക്കുകൾ ഞങ്ങൾക്ക് ഒരുമിച്ച് വായിക്കാൻ സാധിച്ചെങ്കിൽ മാം പറയുന്ന ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇനി ഡോക്ടർ ദിവ്യ എസ് അയ്യർ, ഷീസ് ആൻ IAS ഓഫീസർ, മെഡിക്കൽ ഡോക്ടർ, ഓതർ ആൻഡ് എ പബ്ലിക് സ്പീക്കർ ടു. She pursued her MBBS from reputed medical college, CMC Vellore. In 2014, she joined in IAS. She held several key positions, including Assistant Collector Kottayam, Sub-Collector Trivandrum, then District Collector Pathanamthitta, and now she is the Managing Director of Vizhinjam International Airport Limited, Director, Cultural Affairs Department, Project Director, Kerala Solid Waste Management Project. Throughout her career, Divya ma'am has demonstrated exceptional leadership skills, a strong commitment to public service, and a passion for driving positive change in the society. Her achievements have earned her several awards and recognition, including Excellence in Good Governance Award in 2023, then prestigious Daughter of India by Rajasthan government, etc. Her published work includes Applied Diplomacy through the Prism of Mythology, then Pathfinder Civil Service Main Examination. Then recently, her work was the Kayyoppitta Vazhigal. ഉഷ ഇപ്പൊ പറയുന്നുണ്ടായി, ഉഷ ഇന്ന് അത് വായിച്ചു തീർത്തു എന്നുള്ളത്. Then a Feminist Manifesto in 15 Suggestions. അതിന്റെ ട്രാൻസ്ലേഷൻ എത്രയും പ്രിയപ്പെട്ടവർക്ക് ഒരു ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ, നമ്മുടെ 47ാമത്തെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബുക്ക്. ഈ ബുക്കിന്റെ ഡിസ്കഷനിലേക്ക് ദിവ്യ മാമിനെ കിട്ടിയത് നമുക്കെല്ലാം വളരെ സന്തോഷമാണ്, നമ്മുടെ ഭാഗ്യമാണെന്ന് ഞാൻ പറയുന്നു. ഈ ബുക്കിനെ കുറിച്ചും വായനയെ കുറിച്ചും ദിവ്യ മാമിൽ തന്നെ നമുക്ക് കേൾക്കാം. ഒട്ടും സമയം കളയാതെ സ്നേഹ ബഹുമാനങ്ങളോടെ മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ ടു യു മാം.
നന്ദി ഡോക്ടർ ആലിസ്, ഡോക്ടർ ഉഷ. ആ, പ്രചോദന ബുക്ക് ക്ലബിന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹവന്ദനം. ഒരുപാട് സന്തോഷമുണ്ട് ഒരു ബുക്ക് ക്ലബിന്റെ ഭാഗമാകാൻ സാധിക്കുക എന്ന് പറയുന്നതിന്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആദ്യം പറഞ്ഞ ഒരു നാൾ നമുക്ക് ഒത്തുകൂടാൻ സാധിച്ചില്ലെങ്കിലും മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റിവെച്ചതിന് പ്രത്യേകം നന്ദി. ഒരു ബുക്ക് ക്ലബ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു പക്ഷെ നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോവുക, പുസ്തകങ്ങൾ പരസ്പരം കൈമാറുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളുടെ നിറവും ഭാവവും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ഞാൻ ഒരു ലൈബ്രറിയിൽ പോകുന്നതും ഒപ്പം ലൈബ്രറിയിൽ പോകാൻ ലഭിക്കുന്ന അവസരങ്ങൾ എത്രമാത്രം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരു കുട്ടിയാണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തിന്റെ സെൻട്രൽ പബ്ലിക് ലൈബ്രറിയിലെ വനിതാ ദിനാഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുമാത്രം ആളൊഴിഞ്ഞ ഇടനാഴികളും വാതായനങ്ങളുമാണ് പബ്ലിക് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കണ്ട് ഒരല്പം ആശങ്ക തോന്നിയ ഒരു നിമിഷമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് കുട്ടികളെ പുതിയ തലമുറയിലെ വായനയിലേക്ക് നമ്മൾ ആകർഷിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം എല്ലാവരിലും ജനിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഡോക്ടർ ആലിസ് സൂചിപ്പിച്ച പോലെ തന്നെ വായന ഒരിക്കലും കുറയുന്നതായി ഞാൻ കരുതുന്നില്ല. പക്ഷെ വായനയുടെ മാർഗങ്ങൾ കുറയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സത്യമാണ്. പക്ഷെ അതിലുപരിയായി എനിക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പുസ്തകങ്ങൾ കയ്യിലെടുത്ത് വായിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുകൂടി ഞാൻ അന്ന് ചിന്തിച്ചു. പബ്ലിക് ലൈബ്രറിയിൽ ഈ കഴിഞ്ഞ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ പോയപ്പോൾ ശരിയാണ്, നമ്മുടെ പുതിയ തലമുറ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ളവർ വായനയുടെ മാർഗം മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു പുസ്തകം നമ്മൾ കയ്യിലെടുത്ത് വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചായിരുന്നു ആ ദിവസം. അതിന് അനവധി ഉത്തരങ്ങൾ ഉണ്ട്. അതിലേറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം അമൂല്യമായിട്ടുള്ള ഒരു സംഭാവന ഒരു പുസ്തകം നമുക്ക് നൽകുന്നത് എന്ന് പറയുന്നത് നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ്. കാരണം ഒരു പുസ്തകവും നമ്മൾ മാത്രമായിട്ട് ഇരിക്കുമ്പോൾ അവിടെ അന്യശ്രദ്ധ എന്നുള്ളത് സാധാരണഗതിയിൽ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് എപ്പോഴും കടക്കാറുള്ളത്. ഇന്ന് നമ്മുടെ വാണിജ്യവൽക്കരിക്കപ്പെട്ട വിവരസാങ്കേതിക വിദ്യയിനാൽ ആവരണം ചെയ്യപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പറയുന്ന വിവരസാങ്കേതിക വിദ്യയുടെ വിപണി എന്ന് പറയുന്നത് തന്നെ തിളയ്ക്കുന്നത് അന്യശ്രദ്ധ എന്നുള്ള ഒരു നീരുറവയിലാണ് ശരിക്കും. അപ്പൊ നമ്മൾ ഏതൊരു വെബ്സൈറ്റ് തുറന്നാലും ഏതൊരു പോർട്ടൽ തുറന്നാലും ഏതൊരു സമൂഹ മാധ്യമത്തിന്റെ മാർഗം അവലംബിച്ചാലും യഥാർത്ഥത്തിൽ നമുക്ക് അന്യശ്രദ്ധ എന്നുള്ളത് അതിന്റെ കാതലായ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എൻ്റെ മോൻ ഇപ്പോ ഫോണോ ഐപാഡോ എടുത്തു വെച്ച് യൂട്യൂബ് തുറന്നു നോക്കി തന്നെ 5-6 വയസ്സായി. ഇപ്പൊ ഈ മാസം 6 വയസ്സായതേ ഉള്ളൂ അവന്. അപ്പൊ തന്നെ ഓൺ ചെയ്ത് യൂട്യൂബ് തുറന്നു നോക്കി അതിൻ്റെ അകത്ത് അവൻ എന്താണ് കാണേണ്ടത് എന്നുള്ളത് പോലും വോയിസ് സെർച്ച് മുഖേന സ്വയം പറഞ്ഞ് ആ വീഡിയോ വന്ന് അത് അവൻ കണ്ട് അതിൽ നിന്നും തുടർന്ന് ബാക്കിയുള്ള അൽഗോരിതം യൂട്യൂബ് തന്നെ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു എൻട്രി പോയിന്റ് എന്നുള്ളത് മാത്രമേ ഇന്ന് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളൂ നമ്മുടെ കുട്ടികൾക്ക്. അതിലേക്ക് പ്രവേശനം, ആ കവാടത്തിലൂടെ ഒന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നയിക്കുവാനും നിയന്ത്രിക്കുവാനും ഒക്കെ അനവധി ശക്തികൾ പ്രത്യക്ഷമായും പരോക്ഷമായും നിലകൊള്ളുന്ന ഒരു കാലഘട്ടമാണിന്ന്. അത് യഥാർത്ഥത്തിൽ സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വിർച്വൽ വേൾഡിലോ മാത്രമല്ല, നമ്മുടെ ഒരു നേർചിത്രമായി നമ്മൾ കാണുന്ന നമ്മുടെ ജീവിതത്തിൽ പോലും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയാണ്ട് പോകുന്നത്. ചുറ്റുമുള്ള നഗരം എൻ്റെ സമ്മതമില്ല, ചുറ്റും ത്രസിക്കുന്ന നഗരം എന്നെ
ഉഴച്ചു മാറ്റുകയായി ഞാൻ സമ്മതിക്കായെങ്കിലും എന്ന് ഒരു കവിതയിലെ ഒരു വരിയുണ്ട്. ചുറ്റും ത്രസിക്കുന്ന നഗരം എനിക്കിഷ്ടമില്ലായെങ്കിലും എൻ്റെ സമ്മതമില്ലെങ്കിലും എന്നെ പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വരി ഏതൊരു കാലത്തിനേക്കാളും ഇന്ന് പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സമയത്ത് ഞാൻ എന്നുള്ളത് എന്താണ്, എൻ്റെ സ്വത്വം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുവാനും അന്യശ്രദ്ധ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഏതൊരാളുടെയും ബലത്തിനു മുന്നിൽ കീഴടങ്ങാതെ, ഏതൊരാളുടെയും വാക്കുകൾക്ക് മുന്നിൽ വണങ്ങാതെ നമുക്ക് നമ്മുടെ സ്വന്തം വാക്കെന്താണ്, സ്വന്തം വഴി എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മാധ്യമമാണ് തീർച്ചയായിട്ടും പുസ്തകങ്ങൾ എന്ന് എനിക്കെന്നും തോന്നിയിട്ടുണ്ട്. അതിന് ഇന്ന് ഏതൊരു കാലത്തെക്കാളും പ്രസക്തി കൂടുതൽ എന്ന് ഞാൻ പറയാനുള്ള കാരണമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. കാരണം മനുഷ്യരാശിയിൽ ഒരു പക്ഷെ മറ്റേതൊരു യുഗത്തിനേക്കാളും ഇന്നത്തെ തലമുറയാണ് ഈ ഒരു പുതിയ പ്രശ്നവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമുക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ ആനയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല പല മാർഗങ്ങളിലേക്ക്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് അന്യശ്രദ്ധ പിടിച്ചുപറ്റൽ എന്നുള്ളതാണ്. ഈസി ഡിസ്ട്രാക്റ്റബിലിറ്റി എന്ന് നമ്മൾ പറയും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയി ഒരു ഷോപ്പിംഗ് നടത്തിയാൽ അതിനുശേഷം നമുക്കറിയാം, നമ്മൾ ഗൂഗിളിൽ വന്ന് മറ്റെന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് വരുന്ന അഡ്വർടൈസ്മെന്റ് നമ്മൾ നേരത്തെ ഷോപ്പിംഗ് സൈറ്റിൽ സെർച്ച് ചെയ്താൽ ഏതാണ്, കളിപ്പാട്ടാണെങ്കിൽ അത്, പുസ്തകമാണെങ്കിൽ അത്, ചുരിദാറാണെങ്കിൽ അത്, അതിന്റെ ആയിരിക്കും അഡ്വർടൈസ്മെന്റ് വരെ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അത്രമാത്രം നമ്മളുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും പോലും നമ്മൾ തന്നെ അറിയാതെ മറ്റൊരു ലോകം ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പിന്തുടർച്ചയിലൂടെ ഒരു പക്ഷെ നമ്മുടെ തന്നെ സ്വന്തം അവകാശങ്ങളെ ആ ഒരു ലോകം പിടിച്ചെടുക്കുകയാണ് ഇന്ന് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ചിന്തിക്കേണ്ടത്, ഞാൻ അടുത്തത് എന്താണ് കാണേണ്ടത്, ഞാൻ ആരുമായാണ് അടുത്തത് ബന്ധപ്പെടേണ്ടത്, ഞാൻ എന്ത് സാധനമാണ് അടുത്തത് വാങ്ങേണ്ടത്, ഞാൻ ജീവിതത്തിൽ എന്താണ് ആകേണ്ടത് എന്ന് തുടങ്ങിയ നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ വരെ, ഇത്തരത്തിലുള്ള നിസാര ചോദ്യങ്ങൾ മുതൽ നമ്മുടെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന, വിശകലനം ചെയ്യുന്ന ചോദ്യങ്ങൾ വരെ പലപ്പോഴും മറ്റൊരു ലോകത്താൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഒരുപാട് അനിഷ്ട സംഭവങ്ങളും അതിനോടനുബന്ധിച്ച് നമ്മൾ ഈയിടെയായിട്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, അപ്പോൾ അതിനെ ബ്ലാക്ക് മാജിക് എന്ന് പലരും വിളിക്കുന്നു, അല്ലെങ്കിൽ ഏലിയൻ എന്ന് പലരും വിളിക്കുന്നു, അല്ലെങ്കിൽ ആരും കാണാതെ കേൾക്കാതെയുള്ള ഏതൊക്കെയോ കുറെ അധികം വെബ്സൈറ്റുകളിലൂടെയും മറ്റും ആളുകൾ, അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കൾ പോലും ആകൃഷ്ടരായി സ്വയം ആത്മാഹൂതി ചെയ്യുന്ന തലം വരെ പോകുന്ന പല അനിഷ്ട സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് സമഗ്രമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ ഉള്ളൊരു ശ്രമമല്ല ഞാൻ ഇന്ന് നടത്തുന്നത്. കാരണം ഒരു സംഭവം വെച്ചോ അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് സംഭവങ്ങൾ വെച്ചോ നമ്മളൊരു തലമുറയെ ഒരിക്കലും നിർവചിക്കരുത്. പക്ഷെ എന്നിരിക്കലും അത്രയും രൂക്ഷമായിട്ടുള്ള സംഭവങ്ങൾ വരെ ഒരു പക്ഷെ അതിൻ്റെയൊക്കെ ആരംഭം എന്ന് പറയുന്നത് നമുക്ക് ഏകാഗ്രതയോടുകൂടി ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സംയമനം പാലിച്ചുകൊണ്ട് ഒരിടത്തിരിക്കാൻ സാധിക്കുന്നുവോ ഇല്ലയോ എന്നുള്ള വളരെ മൗലികമായ, വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ നിന്നാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബ്ലേസ് പാസ്കലിന്റെ ഫിലോസഫിയുടെ പുസ്തകങ്ങൾ, കുറച്ച് രചനകളെ അദ്ദേഹം ഫിലോസഫിയിലെ തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളൂ. വലിയ മാത്തമാറ്റീഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രചനകളിൽ ഒരെണ്ണത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. All the problems of humanity arises from man's inability to stay quietly alone within a room എന്ന്. വളരെ ഒരു പക്ഷേ ലളിതവൽക്കരിച്ച് പറയുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ തോന്നിയേക്കാം. പരിഭാഷയാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആശയം ഇതാണ്: ലോകത്തിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളും, മനുഷ്യരാശിയെ ഒരു പക്ഷേ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉറവിടം എന്നത്, ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് ഒരു മുറിക്കുള്ളിൽ നിശബ്ദനായി
ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളപ്പോഴാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ മറ്റേതൊരു തലമുറയെക്കാളും മറ്റേതൊരു കാലഘട്ടത്തെക്കാളും പ്രസക്തമാകുന്നത് ഈ ഒരു യുഗത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഇരിക്കാൻ നമുക്ക് ആർക്കും ഇപ്പോൾ സാധ്യമാകില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നവർക്ക് എന്തോ പ്രശ്നമാണ് എന്നുള്ള ഒരു തരത്തിൽ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പുസ്തകങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ ചങ്ങാതികളാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ. കാരണം പുസ്തകങ്ങളുമായി ഇരിക്കുന്ന വ്യക്തികൾ, പുസ്തകങ്ങളെ എന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, പുസ്തകങ്ങളുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന വ്യക്തികൾക്ക് ഈ ഒരു വാചകം എന്നുള്ളത് ഒരു പക്ഷേ ഒരിക്കലും അനുഭവവേദ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊരു പുസ്തകം വെച്ച് വായിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ ചുറ്റും ആരുണ്ട് ആരില്ല എന്നുള്ളതിനെ ആസ്പദമാക്കിയല്ല, മറിച്ച് ആ പുസ്തകത്തിലൂടെ നമുക്ക് എവിടെയൊക്കെ എത്തിപ്പെടാൻ സാധിക്കുന്നു, നമുക്ക് ആരോടൊക്കെ ബന്ധം പുലർത്താൻ സാധിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു മാർഗമായി ആ പുസ്തകം ശരിക്കും മാറുകയാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പ്രചോദന ക്ലബ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ വീണ്ടും ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. അതും ഇത്ര കൃത്യതയോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്യശ്രദ്ധയിൽ പെട്ടുപോകാതെ ഏകാഗ്രതയോടുകൂടി തന്നെ ചിട്ടയായ രീതിയിൽ, ഇപ്പൊ 47ാമത്തെ പുസ്തകം എന്നാണ് നിങ്ങൾ പറഞ്ഞത്, അപ്പൊ ഈ 47ാമത്തെ പുസ്തകം വരെ തീർച്ചയായിട്ടും എത്തിച്ചേരുവാൻ സാധിച്ചത് തന്നെ ഒരു വലിയ വിജയമായി ഞാൻ കണക്കാക്കുകയാണ്. അപ്പൊ ഈ ഒരു സമൃദ്ധി എന്നുള്ളത് തീർച്ചയായിട്ടും ഇനിയും ഇനിയും തുടരട്ടെ, ഈ ഒരു വൃക്ഷം ഇനിയും തഴച്ചു വളരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇതിനായി സമയവും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രയത്നവും ഒക്കെ തുടർന്നും മാറ്റിവെക്കുക. കാരണം ജീവിതത്തെ നയിക്കുന്ന പല ഘടകങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചുറ്റുമുണ്ടാകും. ആ ഘടകങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ തിരയുന്നതായി പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഇന്നത്തെ വളരെയധികം തിരക്ക് പിടിച്ച ഒരു ജീവിത ശൈലിയിൽ നമ്മളെല്ലാവരും ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നമ്മെ തന്നെ ഒരു പക്ഷെ ബാഹ്യ ഘടകങ്ങളിലൂടെ തിരഞ്ഞു പോകുന്ന ഒരു പ്രവണത ഇന്ന് ഒരുപാട് പേരിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അന്യശ്രദ്ധയിൽ ആകൃഷ്ടരാകാനും അന്യശ്രദ്ധയ്ക്ക് അടിമപ്പെടാനും ഒക്കെ മനുഷ്യന് കൂടുതൽ പ്രേരണ ഉണ്ടാകുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു ഈ ത്രസിക്കുന്ന നഗരത്തിന്റെ നമുക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കാത്ത അനവധി ശക്തികൾ നമ്മെ നയിക്കുവാനായി മത്സരിക്കുമ്പോൾ അവയിൽ നിന്നും ഒന്ന് മാറി നിന്നുകൊണ്ട് ഒരു തിരനോട്ടം നടത്തുക എന്ന് പറയുന്നത് പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു. അതിന് തീർച്ചയായിട്ടും പുസ്തകങ്ങളെക്കാളും മെച്ചപ്പെട്ട മറ്റൊരു മാർഗമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു സംവാദത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഒരു ആരംഭം കുറിക്കാം. ഞാൻ യഥാർത്ഥത്തിൽ ആ പുസ്തകം എഴുതുന്നത് ഡിയർ ഇജാവിലെ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 സജഷൻസ് എന്നുള്ള അദീച്ചി എന്ന നൈജീരിയൻ ഫെമിനിസ്റ്റ് ആണ്. അദീച്ചി നൈജീരിയൻ എഴുത്തുകാരിയാണ്, അറിയപ്പെടുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് കൂടിയാണ് അവർ. ആ ഒരു പുസ്തകം യഥാർത്ഥത്തിൽ ഞാൻ പരിഭാഷ ചെയ്യുവാനുണ്ടായ സാഹചര്യം മാത്രം ഞാൻ പറയാം. ഞാൻ വിവാഹിതയായി അതിനുശേഷം എൻ്റെ കുഞ്ഞുമായി ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ ആ പുസ്തകം ലഭിക്കുന്നത്. അങ്ങനെ ആ പുസ്തകം എൻ്റെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അത് വായിച്ചു തുടങ്ങി. വളരെ ചെറിയൊരു പുസ്തകമാണ്, അതുകൊണ്ട് തന്നെ ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ പുസ്തകം ഞാൻ കയ്യിലെടുത്ത് വായിച്ചു തുടങ്ങുമ്പോൾ അതിലെ ഓരോ പേജും ഓരോ വാക്കും ഞാനിങ്ങനെ സ്വാംശീകരിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ
അതിൻ്റെ ഒരു ആമുഖം വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ വെച്ച് ആദ്യം നിർത്തി. ബാക്കിയുള്ളത് ഞാൻ വായിക്കാൻ തുടങ്ങിയില്ല. കാരണം അത്രമാത്രം കാര്യങ്ങൾ എനിക്ക് അതുമായി ബന്ധപ്പെടുത്തി എൻ്റെ ചുമരിൽ വരച്ചു കാട്ടാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രമാത്രം ഒരു മധ്യവർഗ സാധാരണ കുടുംബത്തിൽ നിന്നും ജനിച്ച് വളർന്ന ഒരു പെൺകുട്ടി, ഒരു മലയാളി പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് അത്രമാത്രം ആ പുസ്തകവുമായി ഇഴുകിച്ചേരാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന ഒരുപാട് വിഷയങ്ങൾ, അത് ആഫ്രിക്കൻ സംസ്കാരവും അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ചില നിഷ്ഠകളും അല്ലെങ്കിൽ സ്ത്രീകൾ കടന്നു പോകുന്ന ചില കടമ്പകളും നിഷ്ഠകളും അവിടുത്തെ ചില വിശ്വാസങ്ങളും ഒക്കെ കൂടി ചേർത്താണ് ആ പുസ്തകം എഴുതുന്നത്. അവിടുത്തെ കുടുംബ രീതികളൊക്കെ ചേർത്താണ്. പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന ഒരു തമിഴ് അയ്യർ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് അതുമായി അത്രമാത്രം സമാനതകൾ വരച്ച് കാണിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അതിനെ വല്ലാതെ ആകർഷിക്കുകയായിരുന്നു. അത് ഞാൻ വായിച്ചു തുടങ്ങി. അതിനുശേഷം ഓരോ ചാപ്റ്റർ ഞാൻ വായിക്കുമ്പോൾ ഓരോ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനത് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ വായിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അതിനെ ഒപ്പിയെടുത്തത്. അങ്ങനെ അത് പുസ്തകം ഞാൻ പൂർണ്ണമായി വായിച്ച് തീരാതെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പരിഭാഷ ചെയ്യാൻ തുടങ്ങുന്നത്. അതൊരു പക്ഷെ മറ്റാർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലായിരിക്കും. അത് അറിഞ്ഞാൽ ആളുകൾ അസംബന്ധമാണെന്നും ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷെ അതിൻ്റെ ആദ്യ കുറച്ച് ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അത് തീർച്ചയായിട്ടും പരിഭാഷപ്പെടുത്തണമെന്ന് ഞാൻ തീരുമാനിക്കുകയും DC ബുക്സുമായിട്ട് ബന്ധപ്പെടുകയും അതിനുശേഷം അതിൻ്റെ റൈറ്റ്സ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസമായിരുന്നു. കാരണം ഇവര് നൈജീരിയയിലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ വളരെ എളുപ്പത്തിലൊന്നും ഇന്ത്യക്കാരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു ഏജൻസി അല്ലായിരുന്നു അവരുടേത്. അങ്ങനെ കുറച്ചധികം കടമ്പകൾ കടക്കേണ്ടി വന്നു. എന്നിട്ട് ശരിക്കും ആ സമയത്ത് ബെർലിൻ ലിറ്റ് ഫെസ്റ്റിന് ബെന്യാമിനെ ക്ഷണുണ്ടായിരുന്നു. അപ്പൊ ബെന്യാമിൻ ബെർലിൻ ലിറ്റ് ഫെസ്റ്റിന് പോയപ്പോൾ ബെന്യാമിൻ നേരിട്ട് അവിടെ അതീച്ചിയിൽ വരുന്നുണ്ടായിരുന്നു. ബെന്യാമിൻ നേരിട്ട് അതീച്ചിയോട് പോയി പറഞ്ഞ് ഇങ്ങനെ കേരളത്തിൽ ഒരാൾ ഇങ്ങനെ ഒരു പുസ്തകം പരിഭാഷ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആദ്യം ചോദിക്കുമ്പോൾ അവര് സ്വാഭാവികമായിട്ടും ചോദിക്കുക വലിയ എഴുത്തുകാരിയാണോ എന്നൊക്കെയാണല്ലോ. നമ്മളതൊന്നും ആയിട്ടില്ലല്ലോ ആ സമയത്ത്. അന്നും ഇല്ല ഇന്നും ഇല്ല. പക്ഷെ അന്ന് ഒട്ടുമേ ആയിട്ടില്ല. ഞാൻ മലയാളത്തിൽ വേറെ പുസ്തകം പോലും എഴുതിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഒരാളുടെ കയ്യിൽ ആ പുസ്തകം കൊടുക്കാന്ന് പറയുന്ന അതിച്ചിക്കും കുറച്ച് പ്രയാസം ഉണ്ടായി കാണും, എനിക്കറിയില്ല. പക്ഷെ ബെന്യാമിൻ എൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ എന്നിൽ പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അവരെ പേഴ്സണലി അദ്ദേഹം അവരെ കൺവിൻസ് ചെയ്യിക്കുകയും അതിനുശേഷം ഈ പറഞ്ഞതുപോലെ DC ബുക്സ് റൈറ്റ്സ് വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അത് തന്നെ ഒരു വലിയൊരു കടമ്പയായിരുന്നു. അതിന് ആ പുസ്തകം പുറത്തു വരിക എന്ന് പറയുന്നതും എൻ്റെ കുഞ്ഞു പുറത്തു വരിക എന്ന് പറയുന്ന രണ്ടും ഈ പറയുന്ന ജസ്റ്റേഷൻ പീരീഡ് എന്നുള്ളത് ഏകദേശം ഒന്നായിരുന്നു എന്ന് വേണം പറയാം. ആക്ച്വലി പുസ്തകം വരാൻ കുറെ കൂടെ സമയം എടുത്തു എന്ന് വേണം പറയാനായിട്ട്. അപ്പോ ആ ഒരു എന്താ പറയാ, അതിൻ്റെ പ്രയത്നവും പ്രയാസങ്ങളും എല്ലാം ശരിക്കും ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന പോലെ ഭ്രൂണത്തിൽ നിന്നും ഇങ്ങനെ കുഞ്ഞു വളർന്നു വരുന്നത് പോലെ ഓരോ ഘട്ടമായിട്ട് ശരിക്കും ആ പുസ്തകം ഇങ്ങനെ ഓരോ വാക്കിന്മേൽ വാക്ക് അടുക്കി വെച്ച് കെട്ടി എഴുതിയതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ അത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അത് എഴുതി എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഗർഭിണി ആയിരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പരിഭാഷ മൊത്തം ഞാൻ എഴുതി തീർക്കുന്നത്. അത് എഴുതി തീർത്തുവെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ കുഞ്ഞ് ജനിച്ചു. പക്ഷെ ആ സമയത്ത് പുസ്തകം പ്രകാശിപ്പിക്കാനായിട്ട് സാധിച്ചില്ല, പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് പോലും സാധിച്ചില്ല. കാരണം ഇത്രയധികം സാങ്കേതികത്വം അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതെല്ലാം കടന്ന് അതിന്റെ എല്ലാ ഫോർമാലിറ്റീസും അവരെല്ലാം പൂർത്തിയാക്കി, എല്ലാ നടപടിക്രമങ്ങളും അവർ പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീടാണ് എനിക്ക് തോന്നുന്നു കുഞ്ഞിന് ഏകദേശം ഒരു വയസ്സായ സമയത്താണ് ഞങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ ഒരു നീണ്ട ഒരു ഗർഭകാലം ആ പുസ്തകത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. പക്ഷെ എൻ്റെ ആദ്യത്തെ മലയാള പുസ്തകം അതായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അതുമായിട്ട് തന്നെ മുന്നോട്ട് പോയി. അത് പകുതി വഴിയിൽ വെച്ച് വിടണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തു. അങ്ങനെ കുറച്ചധികം സമയമെടുത്താണ് അത് പ്രസിദ്ധീകരിക്കാനായിട്ട് സാധിച്ചത്. താങ്ക് യു മാം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ നെറ്റ്വർക്ക് ഈസ് അവർ നെറ്റ്വർക്ക് എന്ന്. അപ്പോൾ ആ ബുക്കിന് പുറകിലും മാഡത്തിന്റെ ചുറ്റുമുള്ള ഒരുപാടധികം നെറ്റ്വർക്ക് ഉണ്ട്.
ആ ഒരു എഫേർട്ടിന് പിന്നിൽ എന്നുള്ളത് മനസ്സിലാക്കുന്നു. 2021 ഞങ്ങൾക്ക് ഈ ബുക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആലിസ് മാഡത്തിന്റെ മോള് സാറ, ഷീസ് എൻ അഡ്വക്കേറ്റ് വർക്കിംഗ്, ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ. അപ്പൊ സാറയാണ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അതിന്റെ ഇംഗ്ലീഷ് വേർഷനും മാഡത്തിന്റെ മലയാളം വേർഷൻ ആലിസ് മാഡത്തിനും അയച്ചു കൊടുത്തു. അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ആസ്പദമാക്കി ക്ലാസ്സുകൾ എടുക്കണം. ദിസ് ഈസ് വാട്ട് ഈസ് എന്താ അന്ന് ഞങ്ങള് ആലിസ് മാഡം തന്നെ അന്നൊരു വുമൻസ് ഡേക്ക് ഞങ്ങൾ ഒരു ക്ലാസ് എടുക്കാനും പോകണമായിരുന്നു. അപ്പൊ ഇതിനെ ആസ്പദമാക്കി നിങ്ങൾ ഈ 15 സജഷൻസ് നിങ്ങൾ ക്ലാസ് എടുക്കൂ എന്ന് പറഞ്ഞാണ് ഞങ്ങളിലേക്ക് എത്തിയത്. അങ്ങനെ 47ാമത്തെ ബുക്കായിട്ട് ഞങ്ങൾക്ക് ഇത് എടുക്കാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷം. അതിലെ 2 ടൂളിലെ ആദ്യത്തെ കാര്യം നമ്മൾ നമ്മുടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് മാത്രവും, അതിന്റെ അടുത്ത 2ാമത്തെ ടൂൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ യുണീക്നെസ് തിരിച്ചറിയുക. ഈ 2 ടൂൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സമാധാനത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച് മാം. ഇനി ഞങ്ങളുടെ അടുത്തൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രചോദന വർക്ക്ഷോപ്സ് നടത്തുകയും അതിൽ നിന്ന് ഒരു 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഞങ്ങളുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യും, ബുക്ക് ക്ലബിന്റെ മെമ്പറുമായി. അപ്പൊ തുടങ്ങിയിട്ട് നമ്മളും വളർന്നു, കുറ്റും വളർന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയണില്ല. പക്ഷെ ദിവ്യ മാം വരുന്ന ഒരു ദിവസം ആദ്യത്തെ ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം കുട്ടിക്ക് കൊടുക്കണം എന്നുണ്ട്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ now she is doing her PG. PG ചെയ്യാണ് മാത്സിൽ എന്ന് തിരിച്ചറിഞ്ഞു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് രോഹിണി ഫ്രം യു. മ്യൂട്ടാണ് കേട്ടോ മോളെ. താങ്ക് യു മാം. താങ്ക് യു. ഒരുപാട് സന്തോഷം. ക്ലാസ്സുകാരിയുടെ കൗതുകം ഇപ്പോഴുണ്ടാവട്ടെ എന്ന് കരുതട്ടെ. എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്നത്തെ യുവതലമുറ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ. ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മളെ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളാണ്. ഇനിയുള്ള യുവതലമുറയാണ് നമ്മളെ കുറച്ച് കഴിയുമ്പോൾ നയിക്കേണ്ടവര്. ഈ യുവതലമുറയ്ക്ക് എന്താണ് പ്രശ്നം പറ്റിയിരിക്കുന്നത്? ഈ പ്രശ്നത്തെയൊക്കെ നമുക്ക് എങ്ങനെ മറികടക്കാനായിട്ട് സാധിക്കും? യുവതലമുറയാണ് നമ്മളെ നാളെ നയിക്കേണ്ടത് എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല രോഹിണി. ഇന്ന് തന്നെ അവരാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷെ എന്താ പറയുക, ഭരണസിരാ കേന്ദ്രത്തിൽ കയറി ഇരിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ രോഹിണി ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഏതൊരു മാധ്യമം TV തുറന്നാലും പത്രം തുറന്നാലും അല്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാവരും നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും ഒക്കെ എല്ലാവരും നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ യുവതലമുറയെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്. ശരിക്കും നമുക്ക് എല്ലാവർക്കും ആ ഒരു ചിന്തയുണ്ട് എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ യുവതലമുറയെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ യുവതയെ കുറിച്ച് ഒട്ടും ആശങ്കയില്ലാത്ത, അവരിൽ ഒട്ടും ആശകളില്ലാത്ത, നിങ്ങൾ 18 വയസ്സായാൽ നിങ്ങൾക്ക് ഇനി എന്തു ആകാം, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അവരോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമല്ല നമ്മുടേത്. അത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു വലിയ ബലമായി മാറാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള പല സമൂഹങ്ങളുണ്ട്, അങ്ങനെയുള്ള പല രാജ്യങ്ങളുണ്ട്, അങ്ങനെയുള്ള പല സംസ്കാരങ്ങളുണ്ട് നമ്മുടെ ലോകത്തിൽ. 16 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാലൊക്കെ അച്ഛനും അമ്മയും ആരാണ് എന്ന് പോലും ഒരുപക്ഷെ മറന്നു പോകുന്ന, കുടുംബം എന്ന് വെച്ചാൽ എന്താ എന്ന് പോലും തിരിച്ചറിയാത്ത, യുവർ ഓൺ യുവർ ഓൺ, നീ ഇനി ഈ ലോകത്തിൽ ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കേണ്ടവനാണ് അല്ലെങ്കിൽ ജീവിക്കേണ്ടവളാണ് എന്ന് പറഞ്ഞ് തുറന്നുവിടുന്ന ഒരു തരം സമൂഹമുണ്ട് ലോകത്തിൽ. നമ്മുടെ സമൂഹം എന്നുള്ളത് അങ്ങനല്ല, പരസ്പരാശ്രിതമാണ് നമ്മുടെ സമൂഹം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഇന്നും ഉണ്ട് എന്നുള്ളതാണ് യുവതലമുറയിലുള്ള എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. കാരണം ഇന്നും നമ്മളെ നയിക്കുവാനും നമ്മളെ തിരുത്തുവാനും നമ്മൾ നന്നാകണം എന്ന് ആശിക്കുവാനും കുറെ പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റും. ഈ ആദ്യം പറഞ്ഞ 2 എണ്ണത്തിനേക്കാൾ മൂന്നാമത് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ നേരായ വഴിക്ക് നീങ്ങണം, നമ്മൾ നന്നാകണം എന്ന് ആത്മാർത്ഥമായി ആശിക്കുന്നവർ നമുക്ക് ചുറ്റും ഉണ്ടാവുക എന്നുള്ളത്.
അതിന് എത്രമാത്രം പ്രാധാന്യം നമ്മൾ നൽകുന്നു എന്ന് എനിക്കറിയില്ല. പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും അവരെ തിരിച്ചറിയുകയോ അല്ലെങ്കിൽ അവരവിടെ ഉണ്ട് എന്നുള്ള ഒരു അംഗീകാരം അവർക്ക് നൽകുകയോ ഒന്നും നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കുറച്ച് ഹസ്തങ്ങൾ, അങ്ങനെയുള്ള എന്താ പറയുക, കുറച്ച് കൈത്താങ്ങായി അങ്ങനെ നിൽക്കുന്ന, ഒരുപക്ഷെ അദൃശ്യരായിട്ടായിരിക്കും അവർ നിൽക്കുക. പക്ഷെ അങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ നമുക്ക് ചുറ്റും ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും നമ്മുടെ യുവതലമുറയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളത് നമ്മുടെയൊക്കെ ഇടയിൽ നമുക്കത് എപ്പോഴും കാണാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു തരത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം നമുക്ക് ഉണ്ടായി എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ആയിട്ട് ഒരു പെട്ടെന്ന് ആളുകൾ തടിച്ചു കൂടുകയും നമ്മളെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരൊക്കെ നമ്മൾ എന്തെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തത് കൊണ്ട് തിരിച്ചൊരു കടം വീട്ടാനായിട്ട് വരുന്നവരല്ല. അല്ലാതെയും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഏതൊരു സ്ഥലത്താണെങ്കിലും നമ്മളൊരു കൂട്ടായ്മയായിട്ട് നിൽക്കുന്ന ഏതൊരു സ്ഥലത്ത് ചെന്നാലും നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു തിരുവനന്തപുരത്ത്. അവിടെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവര് പരസ്പരം ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അവർക്ക് 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് ക്യൂ നിൽക്കുന്ന സ്ത്രീകൾ, ഈ പൊടി വെയിലത്ത് നിന്ന് പൊങ്കാല ഇടുന്ന സ്ത്രീകൾ. ഇവരാരും, ഒരാൾ കാസർഗോഡ് നിന്ന്, ഒരാൾ കണ്ണൂരിൽ നിന്ന്, ഒരാൾ കൊല്ലത്ത് നിന്ന്, അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് പോലും. എങ്കിലും പരസ്പരം അവരുടെ പൊങ്കാല നന്നാവണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല മനസ്സുകളുടെ ഒരു സംഘമാണ് എനിക്ക് ശരിക്കും അവിടെ കാണാൻ കഴിയുന്നത് ഓരോ വർഷവും അവിടെ പോകുമ്പോഴത്തേക്ക്. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ യുവാക്കളുടെ ചുറ്റും ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും ഒരു അപകടവും സംഭവിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. പിന്നെ എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും ഒരു മാറ്റത്തിലൂടെയാണ്, അതായത് ഒരു വമ്പിച്ച മാറ്റമാണ് നമ്മളിൽ നിന്നും അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവുന്നത് എന്ന സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഏതൊരു തലമുറയ്ക്കും ഈ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആശങ്കയെ മസ്താനത്താണെന്ന് ഞാൻ പറയില്ല. എങ്കിലും നമ്മളെക്കാളും വളരെയധികം വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് അടുത്ത തലമുറകൾ ജീവിക്കുന്നത്. ആ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഞാൻ പറയുമ്പോൾ രോഹിണിയെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അതിൽ. അപ്പോ ഈ പുതിയ തലമുറ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതും അവരുടെ രീതികൾ എന്നുള്ളത് എത്രമാത്രം വ്യത്യസ്തമാണ് എന്നുള്ളത്, അതിപ്പോ ഭാഷയിലോ ലിംഗോയിലോ ഒന്നും മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ ജനിച്ചു വീഴുന്ന സാഹചര്യം എന്നുള്ളത്, അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ് നൈപുണ്യങ്ങൾ ആവശ്യം വേണ്ടി വരുന്നത്, അവരുടെ ശരി തെറ്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മാറ്റം എന്താണെന്ന് നമ്മൾ എത്ര വേഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു അത്രയും നന്നായിട്ട് യുവതലമുറയെ നയിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു മാം. മാം കയ്യപ്പെട്ട വഴികളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നമ്മള് സ്നേഹത്തിന്റെ നിർവചനം എന്ന് പറയുന്നത് നമുക്ക് തെറ്റ് പറ്റാൻ ഒരു ഇടം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് സ്നേഹത്തിനെ ഇങ്ങനെ നിർവചിച്ച് കണ്ടിട്ടില്ല. എന്തായാലും അങ്ങനെ തെറ്റ് പറ്റി അതീന്ന് ഉയരാൻ നമ്മുടെ എല്ലാവർക്കും സാധിക്കട്ടെ. നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം. ജോജി സർ. മാഡം കേൾക്കാമോ? കേൾക്കാം. മാഡം, എന്റെ പേര് ജോജി ജേക്കബ്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. മനോരമയിൽ വർക്ക് ചെയ്യുന്നു. മനോരമ ടി വി. എന്റെ ചോദ്യം എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികളെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചുള്ള കോഴ്സിനും ജോലിക്കും വിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ അത്ര പോരാ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് പിന്നെ നമ്മൾ ഈ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് പോയാൽ പലപ്പോഴും നല്ല ഒരു റവന്യൂ കൂടി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഇൻകം സാലറി ഇല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അത്ര സക്സസ് ആകാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഈ ആപ്റ്റിറ്റ്യൂഡ് വളരെ സയന്റിഫിക് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ വല്ലതും മാഡത്തിന് അറിയാം? ഞാൻ ഈ പറയാൻ കാര്യം, പലപ്പോഴും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ പ്രൊഫഷണൽ ആയിട്ട് ഉള്ള സ്ഥാപനങ്ങളെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാം? ഇതാണ് എന്റെ ചോദ്യം. താങ്ക് യു ജോജി. എന്റെ ഉത്തരം ചിലപ്പോൾ കുറച്ച് പഴഞ്ചൻ സ്റ്റൈലിലായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ എല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്നവരല്ല. അപ്പോ
പൊടുന്നനെ അവരോട് അവർക്ക് എന്താണ് ആകേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തിന് അവരുടെ ഉത്തരങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അത് വളരെ സ്വാഭാവികമാണ്. നമ്മള് വളർന്ന് വലുതാകും തോറും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ വട്ടം മാറിക്കൊണ്ടേയിരിക്കും. ഇത്തിരി വട്ടം കാണുമോർ ഇത്തിരി വട്ടം ചിന്തിപ്പോർന്ന് കവി പറയുന്നത് പോലെ നമ്മൾ എത്രമാത്രം കൂടുതൽ കാണുന്നുവോ, നമ്മുടെ ആ വലയം എന്നുള്ളത് എത്രമാത്രം വലുതാകുന്നു അതനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടും ഒപ്പം നമ്മുടെ അഭിലാഷങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഏത് മേഖലയിലാണ് ഒരു പക്ഷേ ജീവനോപാധിയായി തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് ഒരു കാര്യം പ്രത്യേകമായി. എന്നാൽ അതിനോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പാഷൻ എന്താണ് എന്നുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ നൈപുണ്യം എന്താണ് എന്നൊക്കെയുള്ള പല ഘടകങ്ങളുണ്ട് അതിൽ. ഇത് രണ്ടും കൂടെ ഞാൻ ഒരിക്കലും കൂട്ടിക്കുഴക്കില്ല. നമ്മുടെ ജീവനോപാധി തന്നെ നമ്മുടെ പ്രണയവുമായി മാറിയാൽ ഏറ്റവും നല്ലത്. നമ്മുടെ ജീവനോപാധിയാണ് നമ്മുടെ പാഷൻ എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഒരു വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ലോകമായിരിക്കുമെന്ന് ഞാൻ പറയും. പക്ഷെ എല്ലാവർക്കും അത് അങ്ങനെ ആകണം എന്നില്ല. അങ്ങനെ ആകണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടായിട്ട് നിലനിർത്തുക എന്നുള്ളതും ജീവിതത്തിൽ സാധ്യമാണ്. പലപ്പോഴും നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ പാഷൻ എന്നുള്ള ഒരു വാക്കുകൂടി ഉപയോഗിച്ചു, ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ. കാരണം ഈ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്താനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ബേസ് ആയിട്ട് ആദ്യം നമ്മൾ ചോദിക്കുന്നത് കുട്ടികൾക്ക് എന്താണ് ഇഷ്ടം, അപ്പൊ അവരുടെ പാഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കുക. അതിൽ നിന്നാണ് ഒരു പക്ഷെ ആപ്റ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ പലപ്പോഴും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്കുകൂടി ഉപയോഗിച്ചത്. അപ്പൊ ഇതിൽ ഈ പാഷൻ എന്നുള്ളത് പലപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമുക്ക് മാറിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത് കുറച്ച് നമ്മുടെ നൈപുണ്യവുമായിട്ടും നമ്മുടെ സ്കില്ലുമായിട്ടും കൂടെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു തത്വമാണ് ഇക്കിഗായി തത്വം. നിങ്ങൾ കേട്ട് കാണും, എങ്കിലും അതൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇക്കിഗായിൽ പറയുന്ന ആദ്യത്തെ കാര്യം നമുക്ക് എന്തിനോടാണ് പ്രിയം, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ലൈക്ക് ഡൂയിങ് എന്നുള്ളതാണ്. അപ്പോൾ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ലൈക്ക് ഡൂയിങ്? യെസ്, ദാറ്റ്സ് പ്രോബ്ലി യുവർ പാഷൻ, റൈറ്റ്? യെസ്, ഐ ലവ് സിംഗിങ്. ഫൈൻ, സോ യു ലവ് സിംഗിങ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ലൈക്ക്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ പ്രിയം. രണ്ടാമത്തത് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ആർ ഗുഡ് അറ്റ് ഡൂയിങ് എന്നുള്ളതാണ് രണ്ടാമത്തത്. അത് നിന്റെ പ്രാപ്തി എവിടെയാണ്. ചിലപ്പോൾ നമുക്ക് വളരെ ഇഷ്ടമായിരിക്കും ഒരു കാര്യം. ഈ പറയുന്ന പോലെ എനിക്ക് വയലിൻ വായിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ വയലിൻ വായിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കും. അപ്പോൾ ഈ പ്രാപ്തി എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാം, ബട്ട് ഇസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം, നമുക്ക് ചെയ്യാൻ അറിയാത്ത ഒരു കാര്യം, അത് ചെയ്യണമെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് രണ്ടും ചെക്ക് ചെയ്ത് രണ്ടും ടിക്ക് ബോക്സിൽ ഇരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടം, എനിക്ക് സംഗീതം ഇഷ്ടമാണ്, എനിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. അപ്പൊ മൂന്നാമത്തത് വാട്ട് ഡസ് ദ വേൾഡ് നീഡ് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അത് ഈ ലോകത്തിന് പ്രസക്തമാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇപ്പോൾ വിൽ ദ വേൾഡ് ഡു ബെറ്റർ വിത്ത് വൺ മോർ സിംഗർ ഓർ വിത്ത് വൺ മോർ മ്യൂസിഷ്യൻ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് സ്വയം ചോദിക്കാം. ഇഫ് ഐ തിങ്ക് ദാറ്റ് ദ വേൾഡ് വിൽ ഡു ബെറ്റർ വിത്ത് വൺ മോർ ഡോക്ടർ, and that also goes with my first two answers. I'm good at science and I love science, and I think that the world will do better with one more doctor, then better to go that route, right? അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾക്ക് നമുക്ക് അലൈൻ ചെയ്ത് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ better to go that route. ഇതിൽ ആധുനിക ലോകത്തിൽ ജോജി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നാലാമത്തെ ഒരു ചോദ്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രാചീന ജാപ്പനീസ് തത്വത്തിൽ ഇക്കിഗായ്ക്ക് ആദ്യത്തെ ഈ മൂന്ന് ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയം, പ്രാപ്തം, പ്രസക്തം, ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ നാലാമത്തത് ഡസ് ഇറ്റ് ഏൺ യു ഗുഡ് മണി എന്നുള്ള ഒരു കാര്യം കൂടി ആധുനിക ലോകത്തെ കൂടി ചേർത്തിട്ടുണ്ട്. എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, പാട്ട് പാടാൻ കഴിവുണ്ട്, എനിക്ക് പാട്ടുകാരി ആവുക എന്ന് പറയുന്നതിൽ വിശ്വാസമുണ്ട്. ഇനി അതിൽ ആവശ്യത്തിനുള്ള പൈസ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. So you basically answer all the 4 questions with a tick
then it's a no-brainer. You straight away enter that zone. ഇതിലേതെങ്കിലുമൊക്കെ മാറിയും മറിച്ചും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പല ഓപ്ഷൻസ് അതിൽ തന്നെ വെച്ച് നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രിഡ് എന്നുള്ളതേ ഉള്ളൂ യഥാർത്ഥത്തിൽ. ഇതാണ് പ്രപഞ്ച സത്യം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു വഴികാട്ടിയായി അങ്ങനെ അത് നിൽക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇതിനൊക്കെ കാലം ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ജീവനോപാധിയായിട്ട് മാറ്റണം എന്ന യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളത് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. You can be a neurosurgeon and still be a absolutely amazing dancer at the same time. Nobody stops you from doing these things. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ കഴിവ് നമുക്ക് ഏതിലുണ്ടോ അത് വെച്ചിട്ട് അത് വിറ്റ് നമ്മൾ കാശാക്കണം എന്നുള്ള ഒരു ചിന്ത യഥാർത്ഥത്തിൽ ഈ പറയുന്ന പാഷനെ കൂടി ഇല്ലാണ്ടാക്കുന്ന ഒന്നാണെന്ന് ഞാൻ പറയും. അപ്പോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമാണെങ്കിലും അതിനെ വിറ്റ് കാശാക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. രണ്ടായിരിക്കട്ടെ. You make money, you earn your living through what you're good at or what you think is the best opportunity in front of you, but you keep doing what you love doing. Nothing will ever stop you from that, so you'll always find a way to do that. I think that will be my thought on that. Wonderfully connected all the dots, ma'am. Thank you. നമ്മുടെ ഫസ്റ്റ് ബുക്ക് ഇക്കിഗായ് ആയിരുന്നു. ഞങ്ങളുടെ 48th ബുക്ക് പറയുന്നത് ഇച്ചിഗോ ഇച്ചിയാണ്. എടുത്ത് 6 വർഷം മുമ്പ് പ്രചോദനം എടുത്ത ആദ്യത്തെ ക്ലാസ് അതാണ് ആലിസ് മാഡം ഇരുന്ന് ചിന്തിക്കുന്നത്. ഇക്കിഗായ് താങ്ക് യു മാം. ഡോക്ടർ ടൈറ്റസ് ഡോക്ടർ ഞങ്ങളുടെ ഒരു എന്താ പറയുക വൺ ഓഫ് ദ പില്ലറാണ്. സാറ് ഓസ്ട്രേലിയയിൽ നിന്ന് ജോയിൻ ചെയ്യണം. മാഡത്തിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റിരിക്കുകയാണ്. അവിടെ ഇപ്പൊ 1:30 സമയം എന്നാണ് പറഞ്ഞത്. ടൈറ്റസ് ഡോക്ടർ. ഞാൻ ഈ ഡോക്ടർ ദിവ്യയെ ഒരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലേഡി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ലീഡർഷിപ്പ് ആൻഡ് ഗവർണൻസ് ആൻഡ് യുവർ ഇന്നർ ബ്യൂട്ടി ഓഫ് ക്യാരക്ടർ. ഇപ്പൊ തന്നെ നിങ്ങളുടെ സംസാരത്തിൽ തന്നെ യുവർ വേ ഇൻ വിച്ച് യു ആർ ടോക്കിംഗ്, ഹൗ യു ക്യാൻ മോട്ടിവേറ്റ് ദ പീപ്പിൾ, എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ദാറ്റ്സ് എ സെക്കൻഡ് തിങ്, യുവർ ഇന്നർ ബ്യൂട്ടി. എനിവേ, ഞാൻ പറയാൻ വന്നത്, പുസ്തകം പ്രണയിക്കുന്ന ഒരാളാണല്ലോ താങ്കൾ. ഒന്നത് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വെസ്റ്റേൺ കൺട്രീസിലും ഇപ്പം ഈവൻ ഓസ്ട്രേലിയ ഈ ഡിജിറ്റൽ ടെക്നോളജിയിൽ നിന്ന് കുറച്ച് കുട്ടികളെ മാറ്റുകയാണ്. 16 റെഡ് ഇറ്റ്, അതായത് ഓസ്ട്രേലിയ ഇസ് ദ ഫസ്റ്റ് കൺട്രി ഡിജിറ്റൽ ടെക്നോളജിയും ഫേസ്ബുക്ക് അതുപോലുള്ള കയറണം എന്നുണ്ടെങ്കിൽ 16 വയസ്സ് കഴിയണമെന്നുള്ള റൂള് ഈ വർഷം അവസാനം വരികയാണ്. അതാണ് ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. യൂറോപ്യൻ കൺട്രീസ് അവർ ഈ ഡിജിറ്റൽ ടെക്നോളജിയിൽ നിന്ന് അവർ പതുക്കെ നമ്മുടെ ബുക്സിലോട്ട് ആൻഡ് പെന്നിലോട്ട് പോകാനുള്ള ഒരു ട്രെൻഡ് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം തന്നെ പല രാജ്യങ്ങളിലും അത് തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബുക്സ് നമുക്കെല്ലാം അറിയാം, എന്നെക്കാട്ടിലൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാം ഈ ബുക്സിനെ പറ്റിയുള്ളത്. ഈ എൻ്റെ ഒരു നോട്ടത്തിൽ നമ്മൾ നമുക്ക് 8 സെൻസസ് ആണ് ഉള്ളത്. 5+3 8 സെൻസസിൽ ഈ ടാക്ടൈൽ സെൻസേഷനും ഇൻട്രോസെപ്ഷനും ഏറ്റവും കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പുസ്തകങ്ങളാണ്. ഇൻട്രോസെപ്ഷൻ ഞാൻ പറഞ്ഞത് എമ്പതി, ഇമോഷൻസ്, കണക്ഷൻസ്, ഇതെല്ലാം കണക്ട് ചെയ്യുന്ന പുസ്തകങ്ങളാണ്. എൻ്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, യു ആർ യങ്, ഇനി ഒരു കുറേ വർഷം ഈ സർവീസിലുണ്ട്, യു മേ ബിക്കം എ, ദൈവം അനുഗ്രഹിക്കട്ടെ, വലിയ പോസ്റ്റുകളൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരാനൊരു സാധ്യതയുണ്ട്. ഇപ്പം തന്നെ പല കോളേജുകളിലും, വലിയ ഹൈഫൈ കോളേജുകളിൽ കേരളത്തിൽ ഈ ഡിജിറ്റൽ ടെക്നോളജിയിലോട്ട് കുട്ടികളെ നീക്കാനുള്ളൊരു ട്രെൻഡ് ഉണ്ട് അവർക്ക്. വിൽ യു, ഇഫ് യു ഗെറ്റ് എ ചാൻസ്, ഒരു എഡ്യൂക്കേഷണൽ ഡയറക്ടറോ അങ്ങനെയൊക്കെ വലിയൊരു പോസ്റ്റിലായിട്ട് വന്നാൽ വരും, യു വിൽ ബി ദാറ്റ്. അങ്ങനെ വന്നാൽ വിൽ യു ഗോ ബാക്ക് ടു എ ഹൈബ്രിഡ് സിസ്റ്റം ഓഫ് ടെക്നോളജി പ്ലസ് ബുക്സ് ആൻഡ് പെൻ? നമ്മൾ ആ ബുക്കും ആദ്യം പൊക്കിയപ്പോൾ തന്നെ ഈ നമുക്കുണ്ടായ ടാക്ടൈൽ സെൻസേഷനും അതിൻ്റെ ഒരു വികാരവും അതൊന്നും ഈ ഇതിൽ കൂടെ കിട്ടത്തില്ല. വിൽ യു പ്രൊമോട്ട് ഫുള്ളി ഡിജിറ്റൽ ടെക്നോളജി? അത് നോളജ് വർദ്ധിപ്പിക്കും, പക്ഷേ ഒരു പുസ്തകം വർദ്ധിപ്പിക്കത്തില്ല. അതിലോട്ട് പോകുമോ, അതോ ഒരു ഹൈബ്രിഡായിട്ട് കൊണ്ടുപോകുമോ, അതോ ബാക്ക് ടു
ബുക്സ് ആൻഡ് പഴയ രീതിയിലോട്ട് പോകും. ഇപ്പം നമ്മൾ ഓക്കെ, ഞാൻ പറയുന്നില്ല, ബിക്കോസ് ടൈം ഇഷ്ടം. Thank you for burning the midnight oil, literally. First of all, തീർച്ചയായിട്ടും രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ന് വേണം ആദ്യം സമ്മതിക്കാൻ. I don't think there is a choice to go back to book and pen right now. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ പരസ്പരം ഒന്ന് ബന്ധിപ്പിക്കാൻ പോലും നമ്മളിപ്പോൾ ഇന്ന് ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാർഗം ഉൾപ്പെടെ നമുക്ക് പൂർണ്ണമായിട്ടും സാങ്കേതിക വിദ്യയിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്ന ഒരു അനീതി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മാറി നിൽക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, തീർച്ചയായിട്ടും സാധ്യമാണ്. പക്ഷെ ദാറ്റ്സ് എ ചോയ്സ് ദാറ്റ് ഈച്ച് വൺ ഹാസ് ടു മേക്ക് ഓൺ ഹെർ ഓൺ ഓർ ഹിസ് ഓൺ. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു എക്സ്പോഷർ എന്നുള്ളത് നമ്മളായിട്ട് തടയുക എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ചെയ്യില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു താങ്കൾ തന്ന 3 ഓപ്ഷൻസിൽ തീർച്ചയായിട്ടും ഹൈബ്രിഡ് ഓപ്ഷൻ ആയിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോ ഈ ഒരു സേവന മേഖലയിൽ ഞാൻ 100% സന്തുഷ്ടയാണ് ഓരോ ദിവസവും. അതുപോലെ തന്നെ ഇതിന് മുൻപുണ്ടായിരുന്ന സേവന മേഖലയിലും ഒരു ഡോക്ടർ എന്നുള്ള നിലയിലും ഞാൻ 100% സന്തുഷ്ടയായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് MBBS കിട്ടിയ ആ വർഷം IIT-യിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ പരീക്ഷ എഴുതിയിട്ടായിരുന്നു. അപ്പൊ എഞ്ചിനീയറിങ്ങിനായിട്ട് ചേരുവെന്ന് എല്ലാവരും ഇങ്ങനെ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതകാലം മൊത്തം യന്ത്രങ്ങളുമായി ജീവിക്കാൻ താല്പര്യമില്ല എന്നുള്ളതായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ദാറ്റ്സ് ദ ബെസ്റ്റ് decision that I made in my life, and that thought process that dawned upon me at that age was, I think, one of the finest thoughts I have ever had, and I eternally thank myself for that. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓരോ ദിവസവും എനിക്ക് ലഭിക്കുന്ന അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ എനിക്ക് സമ്മാനിക്കുന്നത് എൻ്റെ മുന്നിൽ വരുന്ന മനുഷ്യരാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് ശരിക്കും എല്ലാ ദിവസവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എല്ലാ ദിവസവും ഒരു അജ്ഞാതയായിട്ടുള്ള ഒരു വ്യക്തിയെങ്കിലും എനിക്ക് കാണുവാനോ പരിചയപ്പെടുവാനോ സംസാരിക്കുവാനോ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം ലഭിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് എനിക്ക് സമ്മാനിക്കുന്നത് എൻ്റെ ഈ തൊഴിലാണ്, എൻ്റെ ഈ സേവന മേഖലയാണ്. ഈ പറഞ്ഞതുപോലെ എൻ്റെ സിസ്റ്റർ, എൻ്റെ ചേച്ചി IT സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അവളുടെ ഹസ്ബൻഡ് IT സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ക്ലയന്റ് ഓൺലൈൻ ആകുമ്പോൾ ഓഫ്ലൈൻ ആകുമ്പോഴൊക്കെ നേരം കെട്ട നേരത്തൊക്കെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം അവരോട് ഞാൻ പറയുന്നതും ഈ ഒരു കാര്യമാണ്. And I'm so glad. I would never want to switch positions with you എന്ന്. എന്നെക്കാളും സമ്പാദ്യത്തിൽ ഒരുപാട് മുന്നോട്ടായിരിക്കും അവര്, പക്ഷെ I would never want to switch positions with you. കാരണം അതിനേക്കാളും എത്രയോ നമുക്ക് ഉണർവ് ലഭിക്കുന്നത്, നമുക്ക് ലഭിക്കുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് പൈസ കൊണ്ട് നമുക്ക് ആ ഉണർവ് ഒരിക്കലും ലഭിക്കില്ലല്ലോ. പക്ഷെ ഈ ഉണർവ് ലഭിക്കുന്നത് നമ്മുടെ ഈ അനുഭവങ്ങളിലൂടെയാണ്. അത് മാത്രമല്ല, ഓരോ ദിവസവും പുതിയതാണ് എന്ന് എനിക്ക് പറഞ്ഞു തരുന്നത് ഞാൻ കാണുന്ന ഓരോ പുതിയ മനുഷ്യരാണ്. അപ്പൊ അത്രമാത്രം ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ട് എന്നുള്ളതിനെ വിലമതിക്കുന്ന ഒരാളാണ് ഞാൻ. അത് തീർച്ചയായിട്ടും പുതിയ തലമുറയിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് അവര് മനസ്സിലാക്കണം എന്നുള്ളതിനായിട്ട് ഏതറ്റം വരെ ഞാൻ പോകും. അപ്പോ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏത് കാര്യമാണെങ്കിലും അതിൽ തീർച്ചയായിട്ടും മനുഷ്യർക്ക് പരസ്പരം ബന്ധപ്പെടാനും, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പരസ്പര ആശ്രിതമായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് എന്നുള്ളത് കൂടുതൽ പ്രാമുഖ്യത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയിൽ അവർക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ സാധിക്കണം, പരസ്പരം ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം എന്നുള്ളത്
വളരെ പ്രധാനമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം അത് ടെക്നോളജി മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ രീതികളും നമ്മുടെ മുറകളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അധ്യാപികയിൽ നിന്നും അധ്യാപകനിൽ നിന്നും നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് മുതൽ ഒരു വിദ്യാലയം എന്നുള്ളതിൻ്റെ ഒരു ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിനെയും ടെക്നോളജിയും സാങ്കേതിക വിദ്യയും പറയുന്നതിന് മുൻപ് തന്നെ യഥാർത്ഥത്തിൽ ആർക്കിടെക്ചറിനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിൽ 10ാം ക്ലാസ്സിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഓരോ കസേരകളായിട്ട് കിട്ടിയത് കുട്ടികൾക്ക്. അല്ലാതെ LKG മുതൽ 9ാം ക്ലാസ് വരെ ഞങ്ങൾ ബെഞ്ചുകളിലായിരുന്നു ഇരുന്നത്. ബെഞ്ചുകളിൽ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടി 5 കുട്ടികൾ അല്ലെങ്കിൽ 6 കുട്ടികൾ അല്ലെങ്കിൽ 7 കുട്ടികൾ തിക്കിത്തിരക്കി ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നത്. ഇന്ന് എൻ്റെ മോൻ LKGയിൽ പഠിക്കാൻ പോകുമ്പോൾ അവന് കസേരയാണ്. അപ്പോൾ ഓരോരോ കസേരകളിലായിട്ടാണ് കുട്ടികൾ ഇന്ന് ഇരിക്കുന്നത്. അത് മുതൽ ഇവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, മരത്തിന്റെ കീഴിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് മുതൽ ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള സ്വാധീനം ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു ഗൃഹാതുരത്വം ഉണ്ട്. അതൊക്കെ നമുക്ക് ഓർമ്മകളാകുന്നു എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഓർമ്മകളാകാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമുക്ക് എല്ലാം പിന്നെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം വന്നത് കൊണ്ട് മാത്രം കുട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവുന്നുമില്ല. എന്നാൽ സ്മാർട്ട് ക്ലാസ് റൂം വന്നത് കൊണ്ട് മാത്രം കുട്ടികൾ കൂടുതൽ ബുദ്ധിശാലികളാകുന്നുമില്ല. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യണം എന്നുള്ളത് പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സാങ്കേതികവിദ്യ മാത്രമല്ല, പൊതുവെ സമൂഹം എന്തിനെയാണ് മെച്ചം എന്ന് കാണുന്നത്, എന്തിനെയാണ് മ്ലേച്ഛം എന്ന് കാണുന്നത്, ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തലമുറകൾ തമ്മിൽ നോക്കുമ്പോൾ. നമ്മള് എന്താ പറയുക, ഒരുപാട് ഇപ്പോ എംബഡഡ് ലൈറ്റിങ്സും ഒക്കെയുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെയുള്ള ഒരു ക്ലാസ് റൂം കാണുമ്പോൾ ഹൈടെക് ക്ലാസ് റൂം ആണെന്ന് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ, ഒരു പക്ഷേ നമ്മൾ പഠിച്ച സ്കൂളുകളിലൊക്കെയുള്ള വിശാലമായിട്ടുള്ള ജനാലകൾ തുറന്ന് സൂര്യപ്രകാശം മാത്രം മതി എന്നുള്ള ക്ലാസ് റൂമുകളായിരുന്നു നല്ലതെന്ന് അന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആ ചിന്തയിലാണ് ശരിക്കും ഒരു മാറ്റം വരേണ്ടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുപോലെ ഓരോ കാര്യം, അതാ ഞാൻ പറഞ്ഞത്, അതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡ് മുതൽ ചോക്ക് മുതൽ ഈ പറഞ്ഞ വൈറ്റ് ബോർഡ് മുതൽ അവിടെ നിന്നും പവർ പോയിന്റ് പ്രസന്റേഷൻ മുതൽ ഇങ്ങനെ ഓരോ കാര്യത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ അല്ലെങ്കിൽ കഴിക്കുന്ന രീതികൾ മുതൽ എല്ലാത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഓരോന്നിലും ശരിക്കും ഒരു കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു ഘടകം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അവ ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതെല്ലാം ഒന്നും സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ പലപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ കെട്ടിടങ്ങൾ പോലും ഒരു സ്കൂളിന് എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ആവശ്യം എന്നുള്ളത് നോക്കിയിട്ടാണോ നമ്മൾ സ്കൂൾ കെട്ടിടങ്ങൾ പോലും പണിയുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. ഇപ്പം പുറം രാജ്യങ്ങളിലുള്ള ഈ ആർട്ടിഫിഷ്യൽ ടർഫ് വന്നാലാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണ് ഇന്ന്. അപ്പോ അതാണോ നല്ലത്, അതോ നമ്മുടെ പിന്നെ മണ്ണിലും പാറയിലും ഒക്കെ തട്ടി വീണോ മുറിഞ്ഞ് എണീക്കുന്നതാണോ നല്ലത് എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ അതാണ് എനിക്ക് തോന്നുന്നു, ആ ചോദ്യമാണ് കൂടുതൽ പ്രസക്തം എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു ദിവ്യ മാം. വളരെ ബ്യൂട്ടിഫുള്ളി അത് കോർത്തിണക്കി. ടൈറ്റസ് ഡോക്ടർ കൺവിൻസ്ഡ് ആണെന്ന് കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. കാരണം നമ്മൾ പ്രചോദനയിൽ പറയുന്ന ഒരു കാര്യമാണ് ഇലോൺ മസ്കിന്റെ ഒരു കോട്ട്, റീഡിംഗ് ബുക്സ് ആൻഡ് മീറ്റിംഗ് പീപ്പിൾ ആർ ദ 2 ingredients ഓഫ് സക്സസ്. തീർച്ചയായിട്ടും ബഹുജനം പല വിധമാണ്. സ്ട്രേഞ്ചേഴ്സിനെ കാണാൻ സാധിക്കുക അവരിൽ നിന്ന്. ഇപ്പൊ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞാണ്, ഡെന്റൽ ക്ലിനിക്കിൽ ഇന്ന് ഞാൻ ചെയർ വന്നു കഴിഞ്ഞാൽ 5 വയസ്സുള്ള കുട്ടികളെ ഇങ്ങനെ ചെയർ ഇങ്ങനെ മാജിക് ചെയർ എന്ന് പൊക്കി കാണിക്കും. ഇന്ന് വന്ന 5 വയസ്സുകാരൻ എന്നോട് പറയാണ്, നോ ദിസ് ഇസ് നോട്ട് എ മാജിക് ചെയർ, ഐ ക്യാൻ സീ യു ആർ പ്രസിംഗ് ദാറ്റ് ബട്ടൺ എന്ന് പറഞ്ഞു. സ്ട്രാറ്റജി മാറ്റി തുടങ്ങേണ്ട സമയമായി. നല്ല ഒബ്സർവേഷൻ സ്കില്ലോട് കൂടിയാണ് ഇന്നത്തെ ജനറേഷൻ വളരുന്നത്. ഇനി ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പോവാം, ഇല്ലാതാണെങ്കിൽ മാഡത്തിന് സമയം കുറവാണെന്ന് അറിയാം. ഒഫീഷ്യലി മാഡത്തിനോട് ഞങ്ങളുടെ ഒരു നന്ദി പ്രകാശനത്തിനായിട്ട് മാഡം ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു മേഖലയിൽ നിന്ന് തന്നെ എറണാകുളത്തെ രാജഗിരി സ്കൂളിലെ ടീച്ചറായിട്ടുള്ള റൂബി മാം, ഓവർ ടു യു ഫോർ ദ വോട്ട് ഓഫ് താങ്ക്സ്. Good evening. കേൾക്കാമോ? Ma'am? Okay. Good evening to one and all present here. It's a great privilege for me to present the vote of thanks on this special platform.
It is truly an unforgettable day as we had the privilege of connecting with the esteemed Dr. Divya S. Iyer, a prominent figure whose insights and presence have enriched us immensely. Ma'am, your presence today reaffirms the power of literature, learning, and leadership, and we are honored to have been in your company. Thank you so much, ma'am. Ma'am, I should say that actually I follow whatever you say. I tell my students also about the stories which you say about Copenhagen. ആ ഒരു കഥയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. Apart from that, even yesterday, മാമിന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നോണ്ട് മാമിന്റെ പെൻസിൽ ബോക്സ് ഫാദർ കൊണ്ടു കൊടുത്ത കാര്യം all that I read. Okay, so thank you so much for joining us, ma'am. Now I take this opportunity to thank Ms. Chitra Sena, Secretary to Divya ma'am, for joining us. A special note of appreciation to Parvati ma'am for making this meaningful connection possible. She is a member of Creative Thinkers and a part of Prajodhana from the beginning itself. She has taken the effort to connect us to Divya ma'am today. To all our Prajodhana Book Club members, thank you for your participation and passion. Each of you contributes to making this forum a beacon of knowledge and discussion. And to our dedicated coordinators, Alice ma'am and Usha ma'am, thank you for your relentless effort in nurturing Prajodhana into a thriving space for intellectual and creative exploration. Your vision continues to inspire us. With gratitude in our hearts and inspiration in our minds, we look forward to many such enriching gatherings. Once again, thank you all. Thank you. Alice ma'am, രണ്ട് വാക്ക്. യെസ്, താങ്ക് യു മാം. ഞാൻ രണ്ട് വാക്ക് പറയുന്നതിനോട് കൂടി ഒരു ചെറിയ ചോദ്യം കൂടി ചോദിക്കുകയാണ്. മാം, ഇതൊരു വിദേശ ഭാഷാ പുസ്തകമായിരുന്നല്ലോ മാം വിവർത്തനം ചെയ്തത്. അപ്പം അതിനകത്ത് ഈ 15 സജഷൻസ് ഭാഷയുടെ കാര്യത്തിൽ ഈ സജഷൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഏത് സജഷനാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? അത് നമ്മുടെ മലയാളി ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റിയതായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമല്ലോ അത്. അപ്പം ഞാൻ ഇംഗ്ലീഷും വായിച്ചിട്ടുണ്ട്, മലയാളം വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പം അതിൽ ഏത് സജഷനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? അതായത് ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ ഈ 15 എണ്ണവും ഒരുമിച്ച് വായിച്ച് അതിനെ എങ്ങനെയെങ്കിലും പരിഭാഷപ്പെടുത്തണം എന്ന് കരുതി പരിഭാഷപ്പെടുത്തിയതല്ല. അത് ഒരു സമയപരിധി വെച്ച് ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്ന് വെച്ചിട്ട് പരിഭാഷപ്പെടുത്തിയതുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ഓരോ അധ്യായവും വായിക്കുമ്പോൾ, ഓരോ അനുഭവവും വായിക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതായിരുന്നു ഞാൻ എന്നോട് ചോദിച്ച ചോദ്യം. അതിനുശേഷം അത് എഴുതുകയായിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തതല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആശയം നമ്മള് വിവർത്തനം ചെയ്യുമ്പോൾ അത്രയധികം ഒരു പ്രയാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വാക്കുകൾ വിവർത്തനം ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. പെട്ടെന്ന് ആ കൃത്യമായിട്ടുള്ള വാക്ക് ചിലപ്പോൾ കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകിച്ചും ഭാഷ മാറി നമ്മൾ ചെയ്യുമ്പോൾ ഓരോ വാചകങ്ങളുടെ ഘടന എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. മലയാളത്തിലും ഇംഗ്ലീഷിലുള്ളത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണല്ലോ വരിക, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ. അപ്പൊ അങ്ങനെ സങ്കീർണമായിട്ടുള്ള വാചകങ്ങളെ നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതല്ലാതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി ആശയങ്ങളാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളിക്കും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടായിരുന്നു എഴുതിയത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരെണ്ണമായിട്ട് എടുത്തു പറയാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ല. താങ്ക് യു മാം. അത് വായിച്ചപ്പോഴും മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷും മലയാളവും വെച്ചിട്ട് ഞാൻ അതിന്റെ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഓഡിയോ ചെയ്തായിരുന്നു. അപ്പൊ ഇംഗ്ലീഷും മലയാളവും വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തത്, ഓഡിയോ ചെയ്തത്. അപ്പൊ എനിക്കത് മനസ്സിലായി. കാരണം വെച്ചാൽ ആ ഭാഷ എന്നതിനേക്കാൾ കൂടുതൽ ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ആശയം എങ്ങനെ മലയാളത്തിലേക്ക് ആക്കാം എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും. Thank you, ma'am. Thank you for the presence. Thank you. എല്ലാവർക്കും Thank you.